അടിപൊളിയുണ്ട്, സൂപ്പർ. ഹലോ ഹായ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ വിഭവമാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും വീട്ടിൽ ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം അതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വിഭവമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോയമ്പത്തൂർ അമൃതയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിക്കണ കാലത്ത് ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള മിക്ക ആൾക്കാർക്കും അറിയണ ഒരു ഡിഷാണിത്. മിക്ക സമയത്ത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി നല്ല വിശന്നിട്ട് നമ്മൾ മെസ്സിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഉരുളിയിൽ നിറച്ച് വെച്ചിട്ടുണ്ടാവും ഈ തൈര് സാദം. അതിൻ്റെ കൂടെ നല്ല കണ്ണിമാങ്ങ അച്ചാറോ അല്ലെങ്കിൽ നല്ല അരിനെല്ലിക്ക അച്ചാറോ അല്ലെങ്കിൽ നല്ല നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി അതിങ്ങനെ അതിൽ പെനച്ച് ഉടച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. സിമ്പിളാണ്, നമുക്ക് ഭയങ്കര ആ വിശക്കണ സമയത്തൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ വേണമല്ലോ കഴിക്കണമല്ലോ വെച്ചിട്ട് കഴിക്കും. പക്ഷെ ആദ്യമൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ളായിരുന്നു. പിന്നെ അതിൻ്റെ ടേസ്റ്റും രുചിയും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് അത് കഴിക്കണം തോന്നി. ഒരു 2 കൊല്ലം 3 കൊല്ലമായി ഞാനിപ്പോൾ തൈര് സാദമൊക്കെ കഴിച്ച് വീട്ടിലും അങ്ങനെ ഉണ്ടാക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ മണിയേട്ടനെ വിളിച്ചപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ, അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്തൊക്കെ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അതൊരു ഹെൽപ്പ് ആവുകയും ചെയ്യും, അവർക്കും ഇത് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീട്ടിലുണ്ടാക്കി വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് തൈര് സാദം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നോക്കി നമുക്ക് ഒപ്പം പഠിക്കുകയും ചെയ്യാം. എന്തായാലും അത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഉരുളി എടുത്തേക്കാം. ആദ്യം കുറച്ച് നല്ലെണ്ണ. മതി ഒരു 2 ടീസ്പൂൺ എണ്ണ നന്നായി ചൂടായി. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് 2 സ്പൂൺ കടുക് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിച്ചത്, വെളിച്ചെണ്ണ സാധാരണ അതിന് ഉപയോഗിക്കാറില്ല. 4 മണി കുരുമുളക് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് പിടിക്കും. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൽ ആഡ് ചെയ്യാം. ടേസ്റ്റ് മാറാനല്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് റിച്ച് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇഞ്ചിയാണ്, ഇഞ്ചി നല്ല അതുപോലെ ഒരു 50 ഗ്രാം അതിലധികം ഇഞ്ചി ഉണ്ടാവും. നമ്മൾ ഏകദേശം ഒരു 15 പേർക്ക് കഴിക്കാനുള്ള വിഭവം ഉണ്ടാക്കണ്ട. അപ്പോൾ നമുക്കൊരു 50 ഗ്രാം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 10 പച്ചമുളക് ചെറുതായി നീളത്തിലരിഞ്ഞത്, ഉണക്കമുളക്, കറിവേപ്പില, കുറച്ച് ഒരു പിടി ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം വളരെ കുറച്ച് മതി. സ്മെല്ലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ ഇഞ്ചി ചിലരൊക്കെ പച്ചയ്ക്കാണ് ഇടാറ്. പച്ചയ്ക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചോറിൽ തൈര് കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷമാണ് സാധാരണ ചിലർ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടൊന്നല്ല, ഇഞ്ചി ഒന്നായിട്ട് പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചാൽ നന്നാവും. അധികം പുളിയില്ലാത്ത തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം പുളിയില്ലാത്ത തൈര് എത്ര പാക്കറ്റാ? ഇതൊരു 3 പാക്കറ്റ് തൈര് ഒഴിച്ചാൽ മതി, കാരണം നമുക്ക് പുളി പാടില്ല അധികം. ശേഷം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിന്റെ
കൂട്ട്. ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇത്രേ ആണ്. ഉള്ളൂ, സിമ്പിളാണ്. നമ്മള് വീട്ടില് ചോറൊക്കെ ഓൾറെഡി വാർത്തിരിക്കുന്നുണ്ട് വെച്ചാ ഇത്രയും സംഭവങ്ങൾ വെച്ചാൽ തന്നെ ഇതില് സാധാരണ ചോറ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ആ. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മട്ടരിയോ അല്ലെങ്കിൽ ബോധനൊന്നും അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇല്ല. ഇതില് നമ്മൾ ഉപയോഗിക്കേണ്ടത് പൊന്നിയരിയാണ്, അല്ലെങ്കിൽ പച്ചരി. നന്നായി വെന്ത് ഉടയണം, കൊടയണം. നന്നായി വേവണം, വേവ് കമ്മിയാവാൻ പാടില്ല. വേവ് കൂടിയാലും പ്രശ്നമില്ല, എത്രത്തോളം വേവാൻ പറ്റും അത്രത്തോളം മതി. വേവ്. പിന്നെ നമ്മൾ നല്ലോണം തണുക്കാൻ വേണ്ടിട്ട് ഇത് മാറ്റി വെക്കണം. ഇതിൽ നമുക്ക് കുറച്ച് കായ ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഈ ഫ്ലേവറിൽ ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത് നമുക്ക് കായത്തിന്റെ മണം. നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. കുറച്ച് കായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും. കുറച്ച് മതി, അധികം ആവരുത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് കഴിയാറായി. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വേഗം ഒരു 2-3 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സംഭവം. റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ റൈസും കൂടി ഇവിടെ നമ്മൾ ഏകദേശം 2 കിലോ അരി എടുത്തിട്ടുണ്ടെങ്കിൽ, ഏകദേശം അല്ല 2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടിടുക. ബാക്കി തൈരും കൂടി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് മല്ലിയില നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫ്ലേവറാണ് മല്ലിയില, ഇഞ്ചി മല്ലിയിലൊക്കെ. ഇതൊക്കെ ഇഞ്ചിയൊക്കെ പച്ചയ്ക്ക് വിടാം. അതുപോലെ കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുക. നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് സാധാരണ ഉപയോഗിക്കാത്തൊരു സാധനമാണ് ക്രീം. അത് നമുക്ക് നന്നായിട്ടുള്ള ഫ്രഷ് ക്രീം അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ശക്തിയുള്ള ആൾക്കാണ് ഇത്രയും സ്പീഡിൽ മിക്സ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ മിക്സ് ചെയ്യുമ്പോ ഇങ്ങനെ ഇരിക്കും. മണിയേട്ടൻ എന്തായാലും കടിയനായതുകൊണ്ട് അങ്ങനെ പറയരുത്. ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ്. വലിയ മനുഷ്യനും ചെറിയ ഹൃദയം. വലിയ ഹൃദയം എന്റെ. ശരി, വലിയ ഹൃദയം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഉടച്ചിട്ട് ഈ തൈരും റൈസും അതുപോലെ അതിന്റെ എഞ്ചിന്റെ ഫ്ലേവറൊക്കെ റൈസിലേക്ക് കയറണം. പിന്നെ അതാണ് ഇതിന്റെ ഫ്ലേവർ. ഒന്ന് തണുക്കും വേണം. സാധാരണ നമ്മള് ഈ പാർസൽ ഇത് കൊണ്ടുപോകാനൊക്കെയാണ്. ഇപ്പൊ എവിടേക്കൊക്കെ ഒരു യാത്ര പോവാണെങ്കിൽ ഇതൊന്ന് തണുത്ത റൈസ് അതിൽ വേണം മിക്സ് ചെയ്യാൻ. ഇല്ല ഇതെന്താ ചൂടുള്ള റൈസിലാകുമ്പോൾ അതിന് വെള്ളം വരാനുള്ള സാധ്യത. അപ്പൊ നമ്മളിതൊന്ന് തണുത്തിട്ട് റൈസ് ഒന്ന് തണുത്തതിന് ശേഷം തൈര് ഒഴിച്ച് മിക്സ് ചെയ്യാകുമ്പോൾ നമുക്ക് ട്രെയിനിലൊക്കെ ഇപ്പം നമ്മളൊരു ദൂരയാത്ര പോവാണ്, രാവിലെ പോവുകയാണെങ്കിൽ രാത്രി ആകുമ്പോഴൊക്കെ കഴിക്കാനോ ഇത് ഒരു ദിവസമൊക്കെ സുഖമായിട്ടിരിക്കും, കേടുവരില്ല. അധികം പുളിയുള്ള തൈര് എടുക്കരുത്, കാരണം അത് ഇരിക്കും തോറും പുളി കുറയും തോറും നന്നാവും. തൈര് സാധം റെഡിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പൊ എന്തായാലും അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് അച്ഛനെയും അമ്മയും സത്യാമ്മയും ഒക്കെ വിളിക്കാൻ നോക്കും. സത്യാമ്മ അത് കൊറേ തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ച് ശീലമുള്ള ഒരാളാണ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, എക്സലന്റ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ 20 വർഷം ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ച അതേ ഫീൽ എന്തായിട്ടും നന്നായിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ എല്ലാവരും എന്തായാലും തൈര് സാധം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നവരെ